بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. رب تمم بالخير والسعادة. كل العلوم سوى القرآن مشعلة إلا الحديث وإلا الفقه في الدين. ബഹുമാന്യരെ, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പരിശുദ്ധമായ ഹിക്മത്തുകൾ നാം ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം വേദശേഷ മഹാസത്യപാതാരം എന്ന ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി നാം തുടങ്ങുകയാണ്. ഹിക്മ തീർന്നപ്പോൾ ഇനി നല്ലൊരു കിതാബ് തുടങ്ങണം. ഹിക്മിനേക്കാളും വലിയത്, ഗാംഭീര്യമുള്ളത് അത് ഏത് എന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലേക്ക് വന്നത് ഏറ്റവും വലിയ ഹിക്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളാണ്. എന്നാൽ പിന്നെ അത് തന്നെയാവണം എന്ന് മനസ്സ് പറയുകയും അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ ഹദീസുകളെ പരിചയപ്പെടുത്തുന്നത് പല സ്ഥലത്തും പല രൂപത്തിലും ഹദീസുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹദീസ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഹിക്മത്ത് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹദീസുകളെല്ലാം സുന്നത്ത്, ത്വരീഖത്ത് പല രൂപത്തിലും ഹദീസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ഖുർആനോട് തൊട്ടടുത്ത സ്ഥാനത്തായി എണ്ണുന്ന സ്ഥലത്ത് പല സ്ഥലത്തും എണ്ണിയത് ഹിക്മത്ത് എന്ന പേരിലാണ് ഹദീസിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. അൽ-ബഖറ 231. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മേലിൽ ചെയ്തതായ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മേലിൽ ഇറക്കിത്തന്ന ഒന്നിനെയും നിങ്ങൾ സ്മരിക്കണം. അള്ളാഹു നിങ്ങളെ മേൽ ഇറക്കിത്തന്ന എന്താ? അള്ളാഹുവിൻ്റെ കിതാബിനാൽ, പരിശുദ്ധ ഖുർആനിനാൽ, വൽ ഹിക്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാലും. അതാണ് ഹിക്മത്ത്. യഇലുകും ബിഹി വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലിൽ ഇറക്കിത്തന്നത് രണ്ട് കാര്യം. ഒന്ന്, ഖദീമായ അല്ലാഹു തആലാന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ, ഒരു മഖ്ലൂഖായ അല്ലാഹുവിൻ്റെ കലാം. രണ്ടാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വഹ്യ് ഇറക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രകാരം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഖദീമാണ്, ഒന്ന് ഹദീസാണ്. ആശയം രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെത് തന്നെയാണ്.
പക്ഷേ രണ്ടാമത്തതിൻ്റെ വാചകങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടും. ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കപ്പെടും. വേണമെങ്കിൽ അനില്ലാഹി എന്ന് കൂട്ടിക്കൊടുക്കുന്നതിന് വിരോധമില്ല. ഒന്ന് ഖദീം, ഒന്ന് ഹദീസ്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. വമാ അൻസല അലൈക്കും. അതുപോലെ സൂറത്തുൽ അഹ്സാബ് 34 കാണാം, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. നിങ്ങൾ ഓർക്കുക, റസൂലുള്ളാഹിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ ഭാര്യമാരോട് പ്രയോഗിക്കുകയാണ്. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ ഓതപ്പെടുന്നതിനെ നിങ്ങൾ പ്രത്യേകമായി പറയണം. അതെന്താ? മിൻ ആയാത്തില്ല, അല്ലാഹു തആലാന്റെ ആയത്തുകളാൽ. വൽ ഹിക്മ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനാലും. ഇത് രണ്ടും നിങ്ങളുടെ വീട്ടിൽ ഓതപ്പെടേണ്ട ഒന്നാണ്, ഓതപ്പെടുന്നതാണ്. ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. അങ്ങനെയുള്ള ഈ വിഷയം പരിശുദ്ധ ഹദീസിനെ സംബന്ധിച്ച് ഹിക്മത്ത് എന്ന് ഖുർആനിൽ വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ജുമുഅ 2, സൂറത്തുൻ നിസാ 113, ആലു ഇംറാൻ 164, അൽ ബഖറ 151, 129 ഇങ്ങനെയുള്ള പല ആയത്തുകളിലും പലതിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹിക്മത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ ഹിക്മത്ത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങൾ, അത് ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളിൽ വെച്ച് ഏറ്റവും വലിയ കിതാബ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി. അതുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിനെ നാം തിരഞ്ഞെടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹീഹുൽ ബുഖാരിയെയും അതിലുള്ള ഹദീസുകളെയും അത് അർഹിക്കുന്ന നിലക്ക് വായിക്കാനും വിലയിരുത്താനും വ്യാഖ്യാനിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഹദീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ബഹുമാനപ്പെട്ട ഖതീബു തിബ്രീസി അവരുടെ മിഷ്കാത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, അമ്മാ ബഅദ് ഫഇന്ന തമസ്സുക ബിഹദീഹി ലാ യസ്തതിബ്ബു ഇല്ലാ ബിൽ ഇക്തിഫാഇ ലിമാ സദറ മിൻ മിഷ്കാതി വൽ ഇഅ്തിസാമ ബിഹബ്ലില്ലാഹി ലാ യതിമ്മു ഇല്ലാ ബിബയാനി കശ്ഫി. ഇങ്ങനെ തുടങ്ങുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ് ഏറ്റവും വലിയ ചര്യ. ആ ചര്യ കൊണ്ട് പിടിച്ച് ജീവിക്കൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയമാകുന്ന വിളക്ക് കത്തിച്ച് വെക്കുന്ന മാടം, അതിൽ നിന്ന് ഉണ്ടായതായ ഒന്നിനോട് പിന്തുടരാതെ പൂർണ്ണമല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാർശ്വമാകുന്ന പരിശുദ്ധ ഖുർആൻ, അതുകൊണ്ട് പിടിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശകലനമായ വിശദീകരണങ്ങളെ കൊണ്ട് അല്ലാതെ പൂർത്തിയാവൂല. നബി തങ്ങളോട് പിന്തുടരണോ, ഹദീസ് വേണം. ഖുർആൻ കൊണ്ട് പിന്തുടരണോ, അതിനും ഹദീസ് വേണം. അതാണ് ഖുർആൻ വളരെ അഹ്കാമുകളുമായി മനുഷ്യനിക്ക് അമൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് അഹ്കാം, മസ്അലകൾ. ആ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികവും മുജ്മലായാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി ശർഹ് മുസ്ലിം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ള ആ മുജ്മലായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൊണ്ട് തന്നെ അത് വിശദീകരിക്കണമെങ്കിൽ പരിശുദ്ധ ഹദീസാണ് അത് വിശദീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ പ്രയോഗം തബറുക്കിന് വേണ്ടി ഞാൻ ഉദ്ധരിക്കുന്നു. വദലീലു മാ ദക്കർതുഹു അന്ന ശർഅനാ മബ്നിയുൻ അലൽ കിതാബിൽ അസീസ്
വസ്സുനനിൽ മർവിയാത്ത്, നമ്മുടെ ശറഅ്. ദലീലും മാതക്കർത്തു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താ? ഇമാം ആദ്യം പറഞ്ഞത് ഏറ്റവും വലിയ ഉലൂമുകളിൽ വെച്ച് ഏറ്റവും വലിയത് ഹദീസുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാകുന്നു. ഹദീസിന്റെ പല രൂപങ്ങളും വിശദീകരിച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. അപ്പൊ ഹദീസാണ് ഏറ്റവും വലിയ ഇൽമുകളിൽപ്പെട്ടത് ഒന്ന്. അതിന് കാരണം നമ്മുടെ ശറഅ്, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കിതാബ്, റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ്, ഇതിന്റെ മേലിലാണത് പടുത്തുയർത്തിയിട്ടുള്ളത്. അതാണ് അതിന്റെ അടിത്തറ, അതിന്റെ ആധാരം അതാണ്, അടിയാധാരം അതാണ്. വഅല സുനനി മദാറു അക്സരിൽ അഹ്കാമിൽ ഫിഖ്ഹിയാത്ത്, ഫിഖ്ഹിയായ ഹുക്മുകളിൽ അധികത്തിന്റെയും മദാർ, അത് ചുറ്റുന്നത് സുന്നത്തുകളുടെ മേലിലാണ്. فإن أكثر الآيات الفروعيات مجملات, ഫുറൂഇയായ മസ്അലകളെ വിശദീകരിക്കുന്ന കർമ്മങ്ങളാകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകൾ അധികവും മുജ്മലാണ്, വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചതാ. വബയാനുഹാ ഫിസ്സുനനിൽ മുഹ്കമാത്ത്, അതിന്റെ വിശദീകരണങ്ങൾ മുഹ്കമായ സുന്നത്തുകളിലാണുള്ളത്. وقد اتفق العلماء على أن من شرط المجتهد من القاضي والمفتي أن يكون عالما بالأحاديث الحكميات. തീർച്ചയായും ഉലമാക്കൾ ഐക്യകണ്ഠേന പറഞ്ഞൊരു സംഭവമാണ്, ഒരാള് മുജ്തഹിദാവണമെങ്കിൽ, അത് ഖാദിയായാലും വേണ്ടില്ല, മുഫ്തിയായാലും വേണ്ടില്ല, ഖാദിയാവണമെങ്കിലും മസ്അലകൾ പറഞ്ഞു കൊടുക്കുന്ന മുഫ്തിയാണെങ്കിലും അവൻ ഹുക്മുമായി ബന്ധപ്പെട്ട ഹദീസുകളെ കൊണ്ട് അറിയുന്നവനായിരിക്കണം എന്നുള്ളത്. فثبت بما ذكرناه أن الاشتغال بالحديث من أجل العلوم الراجحات وأفضل أنواع الخير وآكد القربات. ഈ പറഞ്ഞതിൽ നിന്നും മനസ്സിലായി, ഹദീസ് കൊണ്ട് സോലാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായ ഉലൂമുകളിൽ പെട്ടതാണെന്നും ഖൈറിന്റെ ഐറ്റങ്ങളിൽ വെച്ച് ഏറ്റവും പോരിശയായതും ഏറ്റവും വലിയ മുഅക്കദായ സൽക്കർമ്മമാണെന്നും മനസ്സിലായി. وكيف لا يكون كذلك وهو مشتمل على ما ذكرناه على بيان حال أفضل المخلوقات. അഫ്ളലുൽ മഖ്ലൂഖാത്തായ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥകളെ ബയാൻ ചെയ്യുന്നതിന്റെ മേലിൽ ചുറ്റിയതാണത് ഹദീസ്. അലൈഹി മിനല്ലാഹിൽ കരീമി അഫ്ളലുസ് സ്വലവാതി വസ്സലാമി വൽ ബറകാത്ത്. എന്നിട്ട് അങ്ങനെ പറയാണ്, പഴയ കാലത്ത് പ്രധാന പണ്ഡിതന്മാരുടെ ജോലി, അതുപോലെ മുതഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഹദീസുമായി സ്വലാകുന്നവരായിരുന്നു. ഒരൊറ്റ ഇൽമിന്റെ മജ്ലിസിൽ പോലും നൂറുകളും ആയിരങ്ങളുമായ മഹാന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു. പിന്നീട് ആ സ്വഭാവം എന്തോ കാരണവശാൽ കുറഞ്ഞ് വന്നു. ഇന്നതൊക്കെ പേരിനെ നടക്കുന്നുള്ളൂ. വല്ലാഹുൽ മുസ്തആനു അലാ ഹാദിഹിൽ മുസീബ വഗൈരിഹാ മിനൽ ബലിയാത്ത്. ഈ ഹദീസിനോടുള്ള താല്പര്യം കുറഞ്ഞു എന്ന് പറഞ്ഞ വലിയ മുസീബത്തിന്റെ മേലിലും മറ്റുള്ള പല മുസീബത്തുകളുടെ മേലിലുമെല്ലാം അള്ളാഹുവിനോട് ഞാൻ സഹായം തേടുന്നു. നബി ഇമാമാണ് ഈ പറയുന്നത്. അത് വഖദ് ജാഅ ഫീ ഫളി ഇഹ്യാഇ സുനനിൽ മുമാതാത്ത് അഹാദീസു കസീറത്തും മഅറൂഫാത്തും മശ്ഹൂറാത്ത്. ഈ ജീവനില്ലാതെ പോകുന്ന ഹദീസുകളെ അത് രണ്ടാമത് ജീവൻ വെപ്പിച്ചു കൊണ്ടുവരിക, അതിലേക്ക് ധാരാളം പോരിശകളും പ്രത്യേകതകളും മശൂറായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫയൻബഗിൽ ഇഅ്തിനാഉ ബിഇൽമിൽ ഹദീസി, ഇൽമുൽ ഹദീസിനെ പ്രത്യേകം ഗൗനിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമാണ്. വത്തഹ്രീദു അലൈഹി, അതിന്റെ മേൽ പ്രത്യേകം പ്രചാരണം നൽകേണ്ടതും
പ്രേരണ നൽകേണ്ടതും അതിനേക്ക് മുൻഗണന നൽകേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇൽമുൽ ഹദീസ്, ഈ ഹദീസുകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോവാനോ ഇവിടെ അത് സ്മരിക്കപ്പെടാതിരിക്കാനോ പറ്റുകയില്ല. ഒരാൾ ഒരു മസല പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അവനക്ക് ഫത്വ കൊടുക്കണമെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവനും അവനക്ക് ഇസ്തിഗ്ഫാർ നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതുകൊണ്ട് ഹദീസ് മാറ്റി നിർത്തിയും കൊണ്ടുള്ള ഒരു കാര്യവും നടക്കുന്നതല്ല. ബഹുമാനപ്പെട്ട ഇമാം നവവി സർവ്വ മുസ്ലിമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ 16-ാമത്തെ പേജിൽ പറഞ്ഞതൊരു സംഭവമാണ് ഈ ഉദ്ധരിച്ചത്. അതുകൊണ്ട് ഹദീസ് എന്ന് പറയുന്നത് സ്മരിക്കപ്പെടാനോ അതിൻ്റെ ചർച്ചകൾ അവസാനിപ്പിക്കപ്പെടാനോ അതിൻ്റെ ആശയങ്ങൾ പരിശുദ്ധ ഇമാമിങ്ങൾ വിശദീകരിച്ച് വെച്ചതുണ്ട്. അതുകൊണ്ട് ഫിഖ് മാത്രം മതി എന്നോ ഒരാളും പറയരുത്. ഈ ഞാൻ ഉദ്ധരിച്ച ഖത്തീബു തിബ്രീസിയും ഇമാം നവവിയും നാലാലൊരു മദ്ഹബ് അംഗീകരിക്കൽ നിർബന്ധമാണെന്ന് ഇജ്മാ ആയതിൻ്റെ ശേഷമുള്ള പണ്ഡിതന്മാരാണ്. അവരാണ് പറയുന്നത് ഹദീസിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റൂല. ഹദീസ് പഠിക്കുക തന്നെ വേണം. അതിൻ്റെ പല വശങ്ങളുണ്ട്. സ്വഹീഹുണ്ട്, ഹസനുണ്ട്, ദഈഫുണ്ട്, മുത്തസിലുണ്ട്, മുങ്കത്തിയുണ്ട്, മുർസലുണ്ട്. അങ്ങനെ ധാരാളം ഐറ്റങ്ങളുണ്ട്. ഇമാം എണ്ണി പറയുന്നുണ്ട്. അത് മുഴുവനും ഓരോന്നും വിലയിരുത്തി അറിയൽ അത്യാവശ്യമാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായി എന്താണ് ഹദീസിനിക്ക് മഹാന്മാർ നൽകിയതായ നിർവചനം? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തുഹ്ഫയിൽ പറയുന്നു, ഹദീസ് എന്നാൽ ഭാഷാപരമായി അതിൻ്റെ അർത്ഥം ഖദീമിൻ്റെ ലിദ്ദാണ്, ഓപ്പോസിറ്റാണ്. പഴയത് പുതിയത്. വസ്തിലാഹൻ അതിൻ്റെ സാങ്കേതികാർത്ഥപ്രകാരം ഹദീസ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ യുറഫു ബിഹി അഹ്വാലു ദാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗലൻ വഫിഅലൻ വസിഫതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തിൻ്റെ അവസ്ഥകളെ അറിയപ്പെടുന്ന ഒരു ഇൽമ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താൽ കൗലാലും ഫിഅലാലും സിഫത്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ രണ്ട് വിധേനമുണ്ട്. നബി തങ്ങൾ സ്വയമായി ചെയ്യുന്നതും മറ്റുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അറിവോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അംഗീകരിക്കലും തക്രീർ അതും ഫീലിൽ പെടുമെന്ന് മഹാന്മാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജമ്മുൽ ജവാമിയിൽ എല്ലാത്തിനും തന്നെ പറഞ്ഞിട്ടുള്ളൂ. വസിഫത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫത്തുകളാലും. ചില ആളുകൾ ചില തഫ്സീർ ചില തഅരീഫിൽ കൗലം വഫീലൻ പറഞ്ഞു നിർത്തുന്നവരുണ്ട്. അത് ഫുഖഹാഇന്റെ ശൈലിയാണത്. മുഹദ്ദിസീങ്ങളുടെ ശൈലി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫത്തുകളാലുള്ള അഹ്വാലുകൾ, നബി തങ്ങളുടെ ശരീരത്തിലേക്ക് ഖാസായ വിഷയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തിനിക്കുണ്ടാകുന്ന ഓരോ നബി തങ്ങൾ എവിടെ ജനിച്ചു, എവിടെ മരിച്ചു, എവിടെ വഫാത്തായി, നബി തങ്ങളുടെ ജനനം എവിടെ, അങ്ങനെ സിയറിൻ്റെ കിതാബുകളിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഹദീസുകൾ തന്നെയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞ താരീഫ് ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നത് ഏതുണ്ടോ അത് മുഴുവനും ഇൽമുൽ ഹദീസ് അഖ്വാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അഫ്ആലുഹു വ അഹ്വാലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്വാല്, അഫ്ആല്, അഹ്വാൽ, അവസ്ഥകൾ, എല്ലാ അവസ്ഥകളും അതെല്ലാം ഹദീസുകളാണ്. ഈ ഇൽമുൽ ഹദീസിന്റെ നിർവചനം നാം പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമുൻ യുറഫു ബിഹി അഹ്വാലു ദാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗലൻ വഫിഅലൻ വസിഫതൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തിന്റെ അവസ്ഥ, നബി തങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ അറിവ്, നബി തങ്ങളെ വാക്കുകളാലും നബി തങ്ങളെ ഫീലിനാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫത്ത് സ്വഭാവങ്ങളാലും. ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ജമുൽ ജവാമിയിലെല്ലാം അത് വളരെ വ്യക്തമായെടുത്ത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനുഷ്യ സഹജമായ ചില ഹർക്കത്തുകൾ, സക്കനാത്തുകൾ, എഴുന്നേറ്റുകൾ, നടക്കുകൾ, ആ വ്യക്തിപരമായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ജിബില്ലിയായ പ്രകൃതിപരമായ വിഷയങ്ങൾ, അത് ഹദീസിൽ എണ്ണണ്ടേ? അതുമായി ഹുക്കുമ് ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് ഹദീസിൽ അത് എണ്ണേണ്ടതില്ല, അത് സ്വാഭാവികമായി വരുന്നതാണ് എന്ന് ജമുൽ ജവാമി പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൽമുൽ ഹദീസിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്, അതിൻ്റെ മൗളൂ, അതിൻ്റെ മെയിൻ വിഷയം എന്ത്? ഇൽമുൽ ഹദീസ് എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. അതിൻ്റെ മൗളൂ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഇതിൽ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാത്തു ശരീഫയെ സംബന്ധിച്ചാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചാണ്. മിൻ ഹൈസു ഇന്നഹു റസൂലുള്ളയാണ് എന്ന നിലക്ക്, എന്ന ഭാഗത്തിൽ കൂടെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒക്കൽ നിന്ന് വരുന്ന നബി തങ്ങളുടെ ദാത്തിനെ സംബന്ധിച്ച ചർച്ച ചെയ്യുക. ആ ദാത്തിൽ നിന്ന് അതിൻ്റെ അവാരിളുകൾ, ദാത്തിനേക്ക് വരുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, നബി തങ്ങളുടെ സ്വഭാവങ്ങൾ, ഇതെല്ലാമാണ് ചർച്ച ചെയ്യുക. അതുകൊണ്ട് ഇതിൻ്റെ വിഷയം ദാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഹൈസു ഇന്നഹു റസൂലുള്ളാഹ്. സാധാരണ ഒരു ഉദാഹരണം പറയാം. സാധാരണഗതിയിൽ നമ്മൾ പറയും ഡോക്ടർ, ഇൽമുത്തിബ്. ആ ഇൽമുത്തിബിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? അലോപ്പതിയിലാണെങ്കിലും ആ ചികിത്സയുടെ ഏത് വിഭാഗത്തിലാണെങ്കിലും അതിൽ ചർച്ച ചെയ്യുന്നത് എന്താ? മനുഷ്യ ശരീരം, ജസദുൽ ഇൻസാൻ, മനുഷ്യന്റെ ശരീരം. ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആരോഗ്യം എങ്ങനെ വരും, എങ്ങനെ പോകും, രോഗം എങ്ങനെ വരും, മിന്നൈസു സിഹ്ഹത്തു വൽ മറദു, ഇതാണല്ലോ. എന്ന മാതിരി ഇൽമുൽ ഹദീസിന്റെ മൗളൂ അല്ലാഹുവിന്റെ റസൂലിന്റെ ദാത്തു ശരീഫത്താണ്. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്വാല്, അഫ്ആല്, തക്രീറാത്ത്, ഔസാഫുകൾ, അഹ്വാലുകൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം ഹിക്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നതുപോലെ തന്നെ സാർവത്രികമായ പ്രയോഗം ഹദീസ് എന്നാണ്. എന്താണ് അതിനക്ക് ഹദീസ് എന്ന് എവിടെ നിന്ന് പേര് ലഭിച്ചു? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ളുഹയിൽ പറഞ്ഞു, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി, വല്ളുഹാ വല്ലൈലി ഇദാ സജാ. വല്ളുഹാ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ച ളുഹാ വക്ത്, അത് തന്നെയാണ് സത്യം. വല്ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുമായി സംഭാഷണം നടത്തുകയും കാണുകയും ചെയ്ത മിഅ്റാജിന്റെ രാത്രി, ഇദാ സജാ, ആ രാത്രി അമർന്നപ്പോൾ, അടങ്ങിയപ്പോൾ, അത് ശബ്ദ കോലാഹലങ്ങളെ കൊണ്ടെല്ലാം
സമാധാനമുടേതായ സമയത്തുള്ള ആ മിറാജിന്റെ രാത്രിയിൽ അല്ലാഹുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഭാഷണം നടത്തിയതായ രാത്രി. അപ്പൊ അല്ലാഹുമായി സംസാരിച്ച 2 സമയമാണ് എടുത്തു പറയുന്നത്. ളുഹാ, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിച്ച പകലിന്റെ തുടക്കം. രാത്രിയിൽ എല്ലാം അമർന്ന് ഒതുങ്ങി, എല്ലാം അടങ്ങിയപ്പോഴുണ്ടായ മിറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിനോട് നബി തങ്ങൾ അഭിമുഖമായി മുനാജാത്ത് നടത്തി, അതോടുകൂടെ കാണുകയും ചെയ്തു. ആ രാത്രിയെയും തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങളെ റബ്ബ് തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, തങ്ങളുമായി ദേഷ്യം പിടിച്ചിട്ടില്ല, തങ്ങളുമായുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിക്കൂല. വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറത്ത് ഊലയേക്കാൾ തങ്ങൾക്ക് ഖൈറാണ്. ധാരാളം വിശദീകരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, തങ്ങൾക്ക് തങ്ങളെ റബ്ബ് ധാരാളം നിശ്ചയമായും നൽകും. അപ്പോൾ തങ്ങൾ പൊരുത്തപ്പെടുക തന്നെ ചെയ്യും, തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. ലാത്ത വാക്കാണ്. അബ്ദിനോടാണ് രാജാവ് സയ്യിദ് പറയുന്നത്, അബ്ദിനോടാണ് റബ്ബ് പറയുന്നത്. ഏറ്റവും വലിയ അബ്ദായ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പ്രത്യേകമായി വിളിച്ച് പറയാണ്, എന്റെ അടിമയായ നബിയെ, തങ്ങൾക്ക് നിങ്ങളുടെ റബ്ബായ രക്ഷകനായ ഞാൻ ധാരാളം തരും, തന്ന് നിങ്ങൾ പൊരുത്തപ്പെടുന്നത് വരെ. നേരെ തിരിച്ചല്ലേ വേണ്ടത്? റബ്ബിനെ പൊരുത്തപ്പെടാൻ വേണ്ടി, തൃപ്തിയാക്കാൻ വേണ്ടി അബ്ദുകൾ എന്തും ചെയ്യല്ലേ വേണ്ടത്. എന്നാൽ അല്ലാഹും റസൂലും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ, നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ മാത്രം നിങ്ങൾക്ക് ഞാൻ തരുക തന്നെ ചെയ്യും. അലം യജിദ്ക യതീമൻ ഫആവ, നിങ്ങളെ ഞാൻ യതീമായി എത്തിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അഭയം നൽകി, യാതൊരു ചീത്തപ്പേരുമില്ലാതെ, യാതൊരു മോശവുമില്ലാതെ, എന്ത് കുറ്റങ്ങളും വലിച്ചെറിഞ്ഞ് അവരുടെ അവസാനമായി ഏൽപ്പിക്കപ്പെടുന്ന യതീമക്കളെ പേരിലാണ്. അങ്ങനെയുള്ള എല്ലാവിധ വിമർശനങ്ങളും നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് യതീം. ആ കോലത്തിൽ തങ്ങളെത്തിയിട്ട് യാതൊരു കളങ്കവുമില്ലാതെ എല്ലാവരെ കൊണ്ടും അല്ലമീനെന്ന് വിളിപ്പിക്കുന്ന നിലക്കുള്ള ഈ അഭയം നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ. വവജദക ളാല്ലൻ ഫഹദാ, വവജദക നിങ്ങളെ റബ്ബ് എത്തിച്ചില്ലേ, ളാല്ല, തങ്ങൾക്ക് മാർഗദർശി ഇല്ലാത്തവരായിട്ട്, സന്മാർഗം കാണിച്ചു തരാൻ പറ്റുന്ന ഒരാളുമില്ലാത്ത ഒരാളായിട്ട് നിങ്ങളെ ഞാൻ എത്തിച്ചില്ലേ. ഫഹദാ, എന്നിട്ട് നിങ്ങൾക്ക് സൽക്കർമ്മം, സൽപാന്താവ് ഞാൻ കാണിച്ചു തന്നില്ലേ, നിങ്ങളെ ഞാൻ ഹിദായത്താക്കില്ലേ, സൽപാന്താവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾ ആ സൽപാന്താവിലേക്ക് എത്തിപ്പെട്ടു. ഇറാത്തുത്വരീക്കും ഈസാരുത്വരീക്കും രണ്ടുമുണ്ട്. അതൊക്കെ അർത്ഥം. വവജദക ആയിലൻ ഫഅഗ്നാ, നിങ്ങൾക്ക് ധാരാളം വിഷമമുള്ള, ദാരിദ്ര്യമുള്ളവരാവേണ്ട എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ ഞാൻ എത്തിച്ചു. ഫഅഗ്നാ, എന്നിട്ട് നിങ്ങളെ ഞാൻ മുതലാളിയാക്കില്ലേ, ധാരാളം പണത്തിന്റെ ഉടമ നിങ്ങളാക്കി, നിങ്ങളെ വലിയ സാമ്രാജ്യത്തിന്റെ രാജാവാക്കി, ധാരാളം സമ്പത്തുകളുള്ള വലിയ ഒരു മനുഷ്യനാക്കി മാറ്റി. സാമ്പത്തികമായും നിങ്ങളെ നാം വളരെ അധികം ഉയർത്തി. എന്നിട്ട് അല്ലാഹു തആല പ്രത്യേകം എടുത്ത് പറയാണ്, ഫമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനെ ഒരിക്കലും നിങ്ങൾ ഒതുക്കരുത്. വമ്മസ്സായില ഫലാ തൻഹർ,
നിങ്ങൾ സായിലാവേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങളെ ഞാൻ വനിയാക്കിയതാണ്. അതുകൊണ്ട് ഏത് യാചകനെയും നിങ്ങൾ ആട്ടി ഓടിക്കരുത്, അവനെ സജർ ചെയ്യരുത്. പിന്നെ നിങ്ങൾ അതിനോട് ബന്ധിച്ചതാണിത്. നിങ്ങൾക്ക് മാർഗദർശി ഇല്ലാത്തവരായി എത്തിച്ചു, എന്നിട്ട് നിങ്ങളെ ഞാൻ മാർഗദർശനം നടത്തി. അതുകൊണ്ട് തന്നെ അമ്മാ ബിനിഅമതി റബ്ബിക, നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്തായ വഹ്യ് കൊണ്ട് മാത്രം ഫഹദ്ദിസ്, നിങ്ങൾ ഹദീസ് പറയുക. കണ്ടോ, ബഹുമാനപ്പെട്ട ഇമാം ബൈളാവിനെ പോലെയുള്ള മഹാന്മാർ എല്ലാവരും ഈ ഹദീസിന്റെ തഫ്സീർ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പല തഫ്സീറുകളും ഉണ്ട്, ഒരു തഫ്സീർ ഇങ്ങനെയാണ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങളുടെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് മാത്രം, നിഅമത്ത് എന്ന് പറഞ്ഞാൽ വഹിയാണ്, ആ വഹി കൊണ്ട് മാത്രം നിങ്ങൾ വായ തുറക്കണം, ഹദീസ് പറയണം. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അത് തന്നെയാണ് വമാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാരണവശാലും വായ തുറക്കൂല, സ്വന്തം ഇഷ്ടപ്രകാരം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹിയിറക്കപ്പെടുന്ന വഹി മുഖേനയല്ലാതെ, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം കൊണ്ടല്ലാതെ റസൂലുള്ളാഹി തങ്ങൾ വായ തുറക്കൂല. അതിനൊത്തുക്കാണ് സംസാരമാണ്. സംസാരം പോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ഫിഅലുകളും തക്രീറാത്തുകളും. അതാണ് ഇതിൽ വദ്ദുഹാ സൂറത്തിൽ കുറച്ചുകൂടി ആമാണ്. വമ്മാ ബിനിഅമതി റബ്ബിക, തങ്ങളുടെ റബ്ബിന്റെ നിഅമത്താകുന്ന വഹ്യ് കൊണ്ട് മാത്രം ഫഹദ്ദിസ്, തങ്ങൾ ഹദീസ് പറയുക, ഹദീസ് പ്രചരിപ്പിക്കുക. ഹദീസ് എന്ന് പറഞ്ഞാൽ അക്വാല്, അഫ്ആല്, തക്രീറാത്ത്. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ വഹ്യ് കൊണ്ടായിരിക്കണം, നിങ്ങളുടെ ചലനങ്ങൾ വഹ്യ് കൊണ്ടായിരിക്കണം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഹി കൊണ്ട് മാത്രമായിരിക്കണം. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുന്നത് അത് വഹി കൊണ്ട് മാത്രമായിരിക്കണം. ഇത് മൂന്നുമാണ് ഹദീസ്. ഇങ്ങനെ ഈ വിഷയം ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഫ്ആൽ, അക്വാൽ, തക്രീറാത്താണ്. അമ്പിയാക്കൾ മുഴുവനും സ്ഥിതി അതാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ വക്കൽ നിന്ന് ഒരു ചെറു ദോഷം പോലും വരൂല. വമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്നതിന് ഇതാണ് അർത്ഥമെന്ന് ലിസാനുൽ അറബ് എന്ന് പറയുന്ന നിഘണ്ടു അതിൽ പോലും പറയുന്നുണ്ട്. വഖൗലുഹു തആല വമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് ഐ ബല്ല് മാ ഉർസിൽത ബിഹി വഹദ്ദിസ് ബിന്നുബുവ്വത്തി അല്ലതി ആതാകല്ലാഹ് വഹിയ അജല്ലുൻ നിഅം. ഇതാണ് ലിസാനുൽ അറബ് കൊടുത്ത വ്യാഖ്യാനം. ഹദീസ് എന്നത് നേരിട്ടും വിട്ടുകടക്കും, ബാ കൊണ്ടും വിട്ടുകടക്കും. അതും ലിസാനുൽ അറബ് പറയുന്നുണ്ട്. അമ്പിയാക്കൾ അവർ മഅ്സൂമീങ്ങളാണ്. അവരുടെ വക്കൽ നിന്ന് യാതൊരു തെറ്റും മനഃപൂർവമോ മറന്നോ ഓർമ്മയില്ലാതെയോ ചെറുദോഷോ വൻദോഷോ ഒന്നും തന്നെ വരില്ല. മഹാന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അക്വാല്, അഫ്ആല്, തക്രീറാത്താണ് ഹദീസ്. അതാണ് ഹുജ്ജത്ത്, അതാണ് തെളിവ് എന്ന് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുബ്കി ഇമാം അവരുടെ ഏറ്റവും മശൂറായ ജമ്മുൽ ജവാമി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, വഹിയ അഖ്വാലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ആലുഹു എന്ന് പറഞ്ഞതിന്റെ ശേഷം മഹല്ലിയതൊന്നു ഒരു തവഖുഫി ഹുജ്ജിയത്തി സുന്നത്തി അലാ ഇസ്മത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദാ ബിഹാ ദാകിറൻ ജമീഅൽ അംബിയായി ലിസിയാദത്തിൽ ഫായിദ.
റസൂൽ അമ്പിയാക്കളുടെ വാക്ക് പ്രവൃത്തി അംഗീകാരമാണ് സുന്നത്ത്, അതാണ് ദീനിൽ തെളിവ് എന്ന് വെക്കുമ്പോൾ അമ്പിയാക്കളെ അവർക്ക് വക്കൽ നിന്ന് ഒരു തെറ്റും വരൂല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റ് വരികയാണെങ്കിൽ അതെങ്ങനെയാണ് മനുഷ്യർക്ക് പിന്തുടരാൻ പറ്റുക? ഒരിക്കലും അത് പിന്തുടരാൻ പറ്റിയതാകുകയില്ല. അതുകൊണ്ട് തന്നെ അവർ വക്കൽ നിന്ന് ഒരു കാരണവശാലും തെറ്റ് വരാൻ പറ്റൂല. അതുകൊണ്ട് അവർ മഅ്സൂമിങ്ങളാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുബ്കി ഇമാം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അൽ അംബിയാഉ അലൈഹിമുസ്സലാത്തു വസ്സലാം മഅ്സൂമൂന ലാ യസ്തുറു അൻഹും ദംബുൻ വലൗ സഹ്വാ. കണ്ടോ, അമ്പിയാക്കളെ തൊട്ട് ഒരു ദോഷവും ഉണ്ടാവൂല, മറന്നുപോലും ഉണ്ടാവൂല. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും മുഅ്തസിലീങ്ങളാകുന്ന മുബ്തദീങ്ങളും തമ്മിൽ ഖിലാഫുണ്ട്. പണ്ടത്തെ മുഅ്തസിലിയത്ത് മുബ്തദീങ്ങള് അവർ കുറച്ചുകൂടിയും ഇന്നത്തേക്കാളും എത്രയോ നല്ലവരാണ്. ഇന്നത്തെ പുത്തനാശയക്കാർ പറഞ്ഞ അമ്പിയാക്കള് ആണെങ്കിൽ മനുഷ്യനാന്ന് വ്യക്താക്കാൻ തെറ്റ് ചെയ്യണം എന്നാണല്ലോ അവർ പറഞ്ഞത്. എന്നാൽ ഒരു തെറ്റും വരൂല, നുബുവത്തിന്റെ മുമ്പും വരൂല, നുബുവത്തിന്റെ ശേഷവും വരൂല. ചെറുതും വരൂല, വലുതും വരൂല, മനഃപൂർവ്വം വരൂല, മറന്നും വരൂല. എന്താ കാരണം? അവരുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരവും എല്ലാം ദീനിൽ തെളിവാണ്. മറ്റുള്ളവർക്ക് അതനുസരിച്ച് ജീവിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. നിങ്ങളെ സാഹിബ് വഴിപയച്ചു പോയിട്ടില്ല. വമാ ഗവാ, ചെറിയ റഷാദിനെ തൊട്ട് തൻ്റെ ഇടത്തിന് എതിരായ ഒരു പ്രവൃത്തി പോലും പുലർത്തുന്നു വരൂല. പൂർണ്ണമായ പക്വതയോട് കൂടെ മാത്രം നീങ്ങുന്നവരാണ് നിങ്ങളെ സാഹിബ്. وأنزلنا إليك الذكر لتبين للناس ما نزل إليهم. ഖുർആൻ നിങ്ങളിലേക്ക് നാം ഇറക്കി. എന്തിന്? നിങ്ങളത് ബയാൻ ചെയ്തു കൊടുക്കാൻ. ഇങ്ങനെ ബയാൻ ചെയ്തു കൊടുക്കാൻ നിങ്ങളെ വാക്കുകളെ കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട്, അംഗീകാരങ്ങളെ കൊണ്ട്, നിങ്ങളെ ശരീരത്തിന്റെ ഭാഷകളെ കൊണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വക്കൽ നിന്ന് ഒരു കാരണവശാലും ഒരു തെറ്റും വന്നു പോകൂല. അവർ പരിശുദ്ധരാണ്, പരിശുദ്ധാത്മാക്കളാണ്. അവിടെ ഒരു ഖിലാഫുള്ളത് എന്താ? ഇവരെ വക്കൽ നിന്ന്, അമ്പിയാക്കളെ വക്കൽ നിന്ന് തെറ്റ് വരാത്തത് എന്തുകൊണ്ട്? തെറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ? അത് അല്ല, തെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയലോട് കൂടെ തെറ്റവർ ചെയ്യൂല. അങ്ങനെയാണോ? മുഅ്തസിലത്ത് പറഞ്ഞത് അത് അവർക്കൊരു മലക്കാണ് തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത്. മലക്കുകളെ പോലെ അവർക്ക് തെറ്റ് എന്ന് പറയുന്ന സംഭവം അവരിൽ നിന്ന് വരുന്നില്ല. ആ നിലക്കാണ് അവരുടെ ശരീരത്തിന്റെ പ്രകൃതിയുള്ളത്. ഇതാണ് മുഅ്തസിലത്ത്. സുന്നത്ത് ജമാഅത്ത് പറയുന്നത് അമ്പിയാക്കൾ മുക്കല്ലഫീങ്ങളാണ്. അവരോടും നിയമങ്ങളെ കൊണ്ടുള്ള കർശനമായ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. അത് ബാധകമാവണമെങ്കിൽ അവരെ വക്കൽക്ക് തെറ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും അവർക്ക് കഴിയണം. പക്ഷെ തെറ്റ് ചെയ്യൂല എന്നുള്ളതാണ്. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ തെറ്റോ ചെയ്യൂല, ചെയ്യാൻ കഴിയായല്ല, ചെയ്യാതിരിക്കുകയാണ്. മുഅ്തസിലത്ത് പറഞ്ഞത് തെറ്റ് ചെയ്യാൻ കഴിയൂല അവർക്ക്. ഇത് പഴയ കാലത്തെ അഭിപ്രായ വ്യത്യാസം തന്നെ ഉള്ളൂ. തെറ്റ് ചെയ്യാത്തത് തെറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുകയാണോ? അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കാവൽ കാരണം അവർ ചെയ്യുന്നത് മുഴുവനും ഹദീസായി മാറുകയാണ്, എല്ലാം ദീനിൽ തെളിവാവുകയാണ്. അതല്ല ഖുർആനിൽ പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. നബിയാണെന്ന് വ്യക്തമായതിന്റെ ശേഷം റസൂലിനോട് ആരെങ്കിലും എതിരുന്നാൽ, മുഖാലഫത്ത് ചെയ്താൽ, മാറുകാട്ടിയാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ.
അമ്പിയാക്കളോട് മുഷാക്കത്ത് അവർക്ക് എതിര് നിൽക്കാൻ പറ്റൂല. ഇമാം റാസി എല്ലാം അതിന്റെ വ്യാഖ്യാനത്തിൽ ധാരാളം പറയുന്നുണ്ട്. അമ്പിയാക്കളോ നബി തെറ്റ് ചെയ്തു എന്ന് വെക്കുക, എന്നാൽ അത് തെറ്റാണ് നബിയെ, നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത് നബിയോടുള്ള മുഖാലഫത്തല്ലേ? നബിക്ക് എതിര് പ്രവർത്തിക്കേണ്ടി വരില്ല തെറ്റ് ചെയ്താൽ. അത് പരിശുദ്ധ ഖുർആൻ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അമ്പിയാക്കളെ വക്കൽ നിന്ന് ചെറുതോ വലുതോ ആയ മനഃപൂർവമോ മനഃപൂർവമല്ലാതെയോ ഒരു ദോഷം വരൂല. ഇത് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സൈദുദ്ദീൻ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി അവർ ശർഉൽ അഖായിദയിൽ പറയുന്നു, ഇദാ തഖററ ഹാദാ فما نقل عن الأنبياء عليهم السلام مما يشعر بكذب أو معصية فما كان منقولا بطريق الآحاد فمردود. കഴിഞ്ഞു പോയ അമ്പിയാക്കളെ തൊട്ട് അവർ കളവ് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ദോഷം ചെയ്തു എന്നോ ഉദ്ധരിക്കപ്പെടുന്നത് അത് മുത്തവാത്തിറല്ലാതെ ആഹാദിന്റെ ത്വരീഖ് കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെങ്കിൽ, മുത്തവാത്തിറാണെങ്കിൽ യഖീനെ ഫൈദപ്പിക്കും, അതിനെപ്പറ്റിയല്ല ചർച്ച. മറ്റുള്ള ആഹാദിന്റെ വഴിയിൽ കൂടെ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ്, അതൊക്കെ ഇൻഷാ അല്ലാഹ് ചർച്ച എന്താണ്, ഹദീസ് ആഹാദിന്റെ വഴി മുത്തവാത്തിർ എന്താ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഹദീസുകളാണെങ്കിൽ ആ ഹദീസുകളെ തള്ളണം. പരിശുദ്ധ ഖുർആനിൽ അതുപോലെ മഹത്തുക്കൾ എല്ലാവരും സംബന്ധിച്ച് അവർ മഅ്സൂമിങ്ങളാണെന്ന് പറഞ്ഞതിൻ്റെ ശേഷം, സ്ഥിരീകരിച്ചതിൻ്റെ ശേഷം, ധാരാളം തെളിവുകൾ വന്നതിൻ്റെ ശേഷം പിന്നീട് തെളിവർ വക്കൽ തെറ്റ് വന്നു എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസാണെങ്കിൽ പോലും ആഹാദിന്റെ ത്വരീഖിൽ കൂടെയാണോ അത് തള്ളപ്പെടണം. ഖുർആന് തെറ്റുപറ്റി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്ക് തെറ്റുപറ്റി എന്ന് പറയലാണ് നല്ലത്. വമാ കാന ബിത്വരീഖി തവാതുരി ഫമസ്റൂഫുൻ അനിൽ ളാഹിരി. ഇനി തവാത്തുറിന്റെ ത്വരീഖ് കൊണ്ട് ഹദീസ് മുത്തവാത്തിറായി വന്നു, തെറ്റാണെന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. അമ്പിയാക്കൾ ചെയ്തു എന്നുള്ള ഉറപ്പാണ്, ഖുർആനിൽ വന്ന സംഭവമാണ്, അല്ലെങ്കിൽ മുത്തവാത്തിറായ ഹദീസിൽ വന്നതാണ് എങ്കിൽ അത് അതിൻ്റെ ളാഹിർ ഉദ്ദേശമില്ല, അത് തഅ്വീൽ ചെയ്യപ്പെടണം. അതിൻ്റെ തഅ്വീലുകൾ ഇൻഷാ അല്ലാഹ് ബുഖാരിയിൽ ധാരാളം അങ്ങനെയുള്ള ഹദീസുകൾ വരാനുണ്ട്. അവിടെ വെച്ച് നമുക്ക് ഓരോന്നിൻ്റെയും തഅ്വീലിലേക്ക് കടക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.